എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് സാന്ത്വനം 2-ന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ കണിമംഗലം തറവാട്ടിലെ മിത്രയെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വന്നല്ലോ. അവര് തിരികെ പോകുന്ന ആ ഒരു സമയം ബാലന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ആ ഒരു പൈപ്പിൽ ജസ്റ്റ് ഒന്ന് തട്ടുകയാണ്. വണ്ടി വളയ്ക്കുന്ന സമയത്തൊന്ന് തട്ടിയതാണ്. അങ്ങനെ ബാലന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പൈപ്പ് പൊട്ടി വെള്ളം പോകുന്ന ആ ഒരു സമയം എന്തുകൊണ്ടാണ് കുളിമുറിയിൽ വെള്ളം വരാത്തത് എന്നും അന്വേഷിച്ച് ബാലനും ഗോമതിയും അതുപോലെ ആര്യനും ഒക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇപ്പറേ വീട്ടിലെ വിരുന്നുകാർ വന്നതും അവരാണ് മനഃപൂർവ്വം ഞങ്ങളുടെ വീട്ടിലെ പൈപ്പ് പൊട്ടിച്ചതും എന്നുള്ള രീതിയിൽ ബാലൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങുകയാണ്. എടാ അച്യുത, എടാ ആനന്ദ, എല്ലാരും ഇങ്ങ് പുറത്തിറങ്ങടാ, നീയൊക്കെ കൂടി മനഃപൂർവ്വം അല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നും ചോദിച്ച് അപ്പുറത്തുള്ള കണിമംഗലം വീട്ടുകാരെ വഴക്കിന് വിളിക്കുകയാണ്. അപ്പം അവരും ഒട്ടും മോശക്കാരല്ലല്ലോ. നമ്മുടെ ഗോമതിയുടെ സഹോദരങ്ങളും അതുപോലെ അനന്തരക്കാരും ഒക്കെയാണ് ആ വീട്ടിലുള്ളത്. പക്ഷെ കഴിയാവുന്ന രീതിയിലൊക്കെ ഗോമതിയുടെ അമ്മയായിട്ടുള്ള ഇന്ദിരാമ്മ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ചേട്ടന്മാരും അതുപോലെ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരും ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല. അങ്ങനെ അവരെല്ലാരും തങ്ങളിൽ തല്ലുകൂടാൻ നിൽക്കുന്ന ആ ഒരു സമയം മിത്ര വന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ ഇവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇവരെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്നും പറഞ്ഞ് അവള് സ്വന്തം ചേട്ടനെ എരിവിരി കയറ്റി വിടുകയാണ്. അങ്ങനെ ബാലന്റെ വീട്ടുകാരും അതുപോലെ തന്നെ അച്യുതന്റെ വീട്ടുകാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. അത് കയ്യാങ്കളിയോട് അടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പെണ്ണ് കാണാൻ വന്ന ആ ഒരു വീട്ടുകാർ പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നമൊക്കെ ഉള്ള ഒരു വീട്ടുകാരാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പുറത്തു നിന്ന് നല്ല അഭിപ്രായമാണല്ലോ, നല്ല കുടുംബക്കാരാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട്ടിലെ പെണ്ണിനെ ആലോചിച്ച് വന്നത്. എന്തായാലും ഇതുപോലെ തല്ലും വഴക്കും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പെണ്ണിനെ വേണ്ട എന്നും പറഞ്ഞ് അവർ ഇറങ്ങി പോകുന്ന ആ ഒരു സമയം അച്യുതൻ അത് ഭയങ്കര നാണക്കേടായി. അച്യുതൻ പറയുന്നുണ്ട്, എടാ ബാല, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്റെ മോൾക്ക് വന്ന നല്ലൊന്നാന്തരം ഒരു കല്യാണാലോചനയാണ് നിന്റെ ഈ ഒരു നടപടി കൊണ്ട് മുടങ്ങിപ്പോയത് എന്നും പറഞ്ഞ് ബാലന്റെ മെക്കിട്ട് കയറുന്ന ആ ഒരു സമയം വാട്ടർ അതോറിറ്റിക്കാർ വരികയാണ്. അവര് വന്നതും പൈപ്പിന് ഓവർ പ്രഷർ ആയതുകൊണ്ടാണ് പൈപ്പ് പൊട്ടിയതും വെള്ളം ചീറ്റിപ്പോയതും. എന്തായാലും അത് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ് എന്നും പറഞ്ഞ് ബാലനോട് മാപ്പ് ചോദിച്ച് വാട്ടർ അതോറിറ്റിക്കാർ അവിടുന്ന് പോകുന്ന സമയം ഇപ്പൊ നിനക്ക് സമാധാനം ആയോ ബാലാന്നും ചോദിച്ച് ഇന്ദിരാമ്മ സഹിതം നമ്മുടെ ബാലനെ കുറ്റപ്പെടുത്താണ്. അപ്പം അച്യുതൻ പറയുന്നുണ്ട്, എവിടെയോ കിടന്ന ഒരു അനാഥനാണ് നീ, ആ നീയാണ് ഇപ്പൊ ഇങ്ങനെ കിടന്ന് നെഗിളിക്കുന്നത് എന്ന് പറഞ്ഞതും തന്റെ ഭർത്താവിനെ ഇത്രയും മോശമായിട്ട് സംസാരിച്ചപ്പം ഗോമതിക്ക് അതങ്ങ് കയറിക്കൊണ്ടു. ഗോമതി പറയാണ്, അതെ നിങ്ങൾക്ക് ഇദ്ദേഹം ഒരു അനാഥനായിട്ടൊക്കെ തോന്നാം, പക്ഷെ അദ്ദേഹത്തിനൊപ്പം ഞാനും അതുപോലെ എന്റെ മക്കളും ഒക്കെ ഉണ്ട്. ഒരിക്കലും അദ്ദേഹം ഒരു അനാഥനല്ല എന്നും പറഞ്ഞു അവളാണെങ്കിൽ ഏട്ടന്മാരുടെ നേരെ ദേഷ്യപ്പെടുക. അപ്പം ഏട്ടന്മാർ പറയുന്നുണ്ട്, നീയും നിന്റെ ഭർത്താവും കൂടി എന്ന് ഈ വീട്ടുമുറ്റത്ത് താമസമാക്കിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ വീട്ടിലെ കഷ്ടകാലം. ഇപ്പതാ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞിന് വന്ന നല്ലൊരു ആലോചനയാണ് നിന്റെ കെട്ടിയോൻ കാരണം മുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരെല്ലാരും അപ്പുറം ഇപ്പുറയൊക്കെ ഓരോരുത്തർ വന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. പിന്നീട് ഇതാ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഗോമതി ആണെങ്കിൽ ബാലനെയും മക്കളെയും പ്രത്യേകിച്ച് ആര്യൻ നല്ല രീതിയിൽ അവിടെ നിന്ന് ചൂടായിരുന്നു. അപ്പം ആര്യനോടൊക്കെ പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെയൊക്കെ വയലന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? അമ്മ കേട്ടതല്ലേ അമ്മാവന്മാര് അച്ഛനെ പറഞ്ഞത്, അച്ഛൻ അനാഥനാണെന്ന്. നമ്മൾ മക്കളും അമ്മയും ഒക്കെ ഇവിടെ ഉള്ളപ്പം എങ്ങനെയാ അമ്മ നമ്മുടെ അച്ഛൻ അനാഥനാവുന്നത്? അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കണ്ട കാഴ്ചകളും ഈ കണ്ട സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ ആര്യൻ ഇങ്ങനെ വലിയ കാര്യത്തിന് സംസാരിക്കുമ്പം നമ്മുടെ ബാലന്റെ മനസ്സ് നിറഞ്ഞു. ബാലൻ പറയുകയാണ്, മോനെ ആര്യ, നീ കുളിച്ചില്ലല്ലോ, നീ എളുപ്പം പോയി കുളിച്ചിട്ട് വാന്നും പറഞ്ഞ് ആര്യനെ അങ്ങ് പറഞ്ഞു വിട്ടതും ഗോമതി, നീ കണ്ടില്ലേ എന്നെ ആരെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനും എൻ്റെ മക്കളുണ്ട്. എൻ്റെ ആര്യൻ എത്രമാത്രം ദേഷ്യപ്പെട്ടു എന്ന് നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആര്യനെ ഇഷ്ടമുള്ളൂ, വഴക്കുണ്ടാക്കാൻ മാത്രമാണ് ആര്യൻ വേണ്ടത് എന്നും പറഞ്ഞ് ഗോമതിയും ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഗോമതി ദേഷ്യത്തിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവിടെ പുള്ളിക്കാരന്റെ രണ്ടാമത്തെ മകൻ നിൽക്കുന്നുണ്ട്. അവന്റെ അടുത്ത് പറയുന്നുണ്ട്, അല്ലട മോനെ, കടയിൽ പോണ്ടേ, നീ പോയി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്, ഞാൻ എൻ്റെ ഭാര്യയോട് ഇച്ചിരി ഒന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ബാലൻ ഗോമതിയെ ചേർത്ത് നിർത്തുകയാണ്. ബാലൻ പറയുന്നുണ്ട്, നീ എന്നാണോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതിനുശേഷമാണ് ഗോമതി എനിക്ക് ഈ കാണുന്ന സ്വത്തുക്കളും അതുപോലെ പണവും നല്ലൊരു പേരും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. എന്തായാലും നീയാണ് എൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ നിനക്കിപ്പോൾ പഴയ സ്നേഹമൊന്നും എന്നോടില്ല എന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ കിണുങ്ങുന്ന ആ ഒരു സമയത്ത് ഗോമതി പറയുന്നുണ്ട്, എൻ്റെ സ്നേഹം മുഴുവനും എൻ്റെ ഹൃദയത്തിലാണ്, ആ ഹൃദയം നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ച് അവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ആ രണ്ടാമത്തെ മകനുണ്ടല്ലോ
അവൻ അവിടെ നിന്ന് അച്ഛനെയും അമ്മയും കളിയാക്കുകയാണ്. ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ബാലൻ പെട്ടെന്ന് തന്നെ ഗോമതിയോട് കടയുടെ താക്കോല് ചോദിക്കുകയാണ്. ബാലന്റെ കടയാണ് ഗോമതി സ്റ്റോഴ്സ്. അപ്പൊ ഗോമതി സ്റ്റോഴ്സ് തുറക്കാൻ വേണ്ടിയിട്ട് ബാലനും രണ്ടാമത്തെ മകനും കൂടി കടയിലേക്ക് പോകുന്ന അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് അപ്പുറത്ത് കണിമംഗലം വീട്ടില് ഇന്ദിരാമ്മയാണ്. ഇന്ദിരാമ്മ വലിയ സങ്കടത്തിലാണ്. 28 വർഷമായി ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ ഈ ഫൈറ്റ് തുടങ്ങിയിട്ട്. എന്നെങ്കിലും എന്റെ കണ്ണടയുന്നതിന് മുന്നേ എങ്കിലും ഇവരെല്ലാരും കൂടി ഒന്ന് സ്വരുമിക്കുവോ ഈശ്വരാന്നും പറഞ്ഞ് അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം ആ അമ്മയുടെ ഇളയ മരുമകൾ വന്നിട്ട് പറയുന്നുണ്ട്, അതെ അമ്മേ, ഇനിയിപ്പൊ നടക്കുന്നത് എല്ലാ ദിവസവും ഈ അടിയും വഴക്കും ഒക്കെ ഇവിടെ പതിവല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ നല്ല അപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് അതൊക്കെ കഴിച്ച് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞതും അച്യുതനും അതുപോലെ തന്നെ ആനന്ദനും കൂടി ഇറങ്ങി വരികയാണ്. അവര് വന്ന പാടെ തന്നെ ഞങ്ങള് സീരിയസ് ആയിട്ട് ബാലനെ എങ്ങനെ തറപറ്റിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന കാര്യം ചിന്തിച്ചിരുന്നോ? ആർക്ക് എന്ത് പറ്റിയാലും അവൾക്ക് ഫുഡ് മാത്രം മതിയെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഭാര്യയെ ശകാരിക്കുമ്പോഴത്തേക്കിനും അതിന് ഈ വഴക്കും വെക്കാണോ ഒക്കെ എല്ലാ ദിവസവും നടക്കുന്നതാണല്ലോ. അതിന്റെ പേരിൽ ഞാൻ എന്തിനാപ്പാ കഴിക്കാതെ ഇരിക്കുന്നതെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അപ്പവും മുട്ട റോസ്റ്റും ഒക്കെ എടുത്തങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പം ബാലന്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ആനന്ദന്റെ അടുത്ത് അമ്മ പറയുന്നുണ്ട്, മോനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെന്തേലും കാണിച്ചോട്ടെ എന്നും പറഞ്ഞ് ഇവര് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയം മിത്ര വന്നിട്ട് പറയുന്നുണ്ട്, അതെ ആ വീട്ടിലെ ഒരു ഇളയ സന്തതിയുണ്ട് ആര്യൻ, അവന് കുറച്ച് അഹങ്കാരം കൂടുതലായിട്ടാ, അവനും 2 എണ്ണം കുറവുണ്ട് എന്നും പറഞ്ഞ് ഇവളിങ്ങനെ ഇവളുടെ ചേട്ടനെ ഇങ്ങനെ എരികേറ്റി കൊടുക്കുന്ന സമയം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛനും ഏട്ടനും ഒക്കെ കാണിക്കുന്നത് ഓക്കെ, പക്ഷെ നീ എന്തിനാ, നീ ഒരു പെങ്കൊച്ചല്ലേ, നിനക്കൊന്ന് അടങ്ങി നിക്കാൻ മേലേന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി എത്ര കാലമായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് തുടങ്ങിയിട്ട്, ഇനി എന്തായാലും ഈ തല്ലില് ഞാനും കൂടെ അങ്ങ് ഉൾപ്പെടാന്ന് വിചാരിച്ചു എന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇപ്പുറത്ത് നമ്മുടെ ആര്യനെ കാണിക്കുകയാണ്. ആര്യൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ആര്യനും അനിയത്തിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോമതിയുടെ ആങ്ങളെയായിട്ടുള്ള ധർമ്മൻ അങ്ങ് വരികയാണ്. ധർമ്മൻ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളുടെ ഈ വഴക്ക് വല്ല ആവശ്യമുള്ള വഴക്കായിരുന്നോ? ഇന്ന് ശരിക്ക് പറഞ്ഞാല് വാട്ടർ അതോറിറ്റിക്കാരായിരുന്നു പ്രശ്നക്കാര്, അല്ലാതെ അപ്പുറത്ത് ചേട്ടന്മാരൊന്നും അല്ല പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എൻ്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ കണിമംഗലം വീടൊക്കെ വിട്ട് എൻ്റെ അമ്മയും ഒക്കെ വിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് താമസിക്കുന്നത് എന്നും പറഞ്ഞ് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ താന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയം ആര്യന്റെ അടുത്ത് ഗോമതി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതെ മോനെ, നിന്റെ ദേഷ്യമൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കണം, എത്ര വന്നാലും അവര് നിന്റെ അമ്മാവന്മാരാണ് എന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്ന് പറയുമ്പോൾ അതെ അമ്മാവന്മാരൊക്കെ ശരി, പക്ഷെ അവിടെ വേറൊരുത്തി കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ, അവളെ എന്നെ തല്ലാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരുടെ കാര്യം മോനെ നീ ഉദ്ദേശിച്ച, മിത്രയെ കുറിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പം അത് തന്നെ, ആ സാധനം അവളെ ഉണ്ടല്ലോ എന്റെ കയ്യിലേക്ക് കിട്ടിയാൽ ഞാൻ വലിച്ചു കീറുമെന്നും പറഞ്ഞ് മിത്രയെ കുറിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ ആര്യൻ. അപ്പം അനുജത്തിക്കുട്ടിയും പറയുന്നുണ്ട്, ശരിയാ ഏട്ടാ, ആ മിത്ര ചേച്ചി ഇച്ചിരി പ്രശ്നക്കാരി തന്നെയാണ്, അതെനിക്കും തോന്നി. അവളാണെങ്കിലോ അവളുടെ ഏട്ടനെ എരിപിരി കയറ്റി വിടുന്നതും ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, ചേച്ചി മിത്ര ചേച്ചിയെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്, എന്റെ ചേച്ചി ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് മിത്ര ഇരിക്കുന്നത് എന്നും പറഞ്ഞ് ധർമ്മൻ തന്റെ ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആര്യനത് ഇഷ്ടപ്പെട്ടില്ല. അതെ അമ്മാവാ, മാമൂസ് പറയുന്നതൊന്നും അത്ര ശരിയല്ലല്ലോ, എന്റെ അമ്മ നല്ല സുന്ദരിയല്ലേ, എന്റെ അമ്മ ഇരിക്കുന്നത് പോലെയാണ് ആ മിത്ര പിശാച് ഇരിക്കുന്നതെന്ന് പറഞ്ഞാല് എനിക്ക് തീരെയും പിടിക്കില്ല കേട്ടോ. അവളുടെ കാര്യമൊന്നും ഈ വീട്ടിൽ സംസാരിക്കണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ആര്യൻ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെടുക. അപ്പം ഇനി എന്തായാലും സമയം പോയി, മക്കൾസ് 2 പേരും കൂടി കോളേജിലേക്ക് പോയിക്കെന്നും പറഞ്ഞ് ഗോമതി മക്കളെ പറഞ്ഞു വിടുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ ബാലന്റെ കടയിലെത്തി ആര്യനും അതുപോലെ തന്നെ അനുജത്തിയും കൂടി, അച്ഛാ എനിക്കിന്ന് കോളേജിൽ ഫീസ് കെട്ടാനുണ്ട്, അതുകൊണ്ട് ഒരു 100 മണി കൂടുതൽ തരണമെന്നും പറഞ്ഞ് അനുജത്തി കാശ് ചോദിക്കുന്ന സമയം ബാലനാണെങ്കിലോ ആര്യനോട് പറയുക, മോനെ ഇന്ന് സ്റ്റോക്ക് ഇറക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് മറ്റാരും കടയിൽ സഹായിക്കാനില്ല, നീ 2-3 സാധനങ്ങൾ ആ വണ്ടിയിലേക്കൊന്ന് എടുത്ത് വെക്കുമോന്ന് ചോദിക്കുമ്പം അച്ഛാ ഇത് എന്താ അച്ഛാ, എനിക്ക് കോളേജിൽ പോകാനുള്ള സമയമൊക്കെ ആയില്ലേ, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, നീ ഇപ്പൊ ഇത് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞതും ആര്യൻ തന്റെ ഷർട്ടൊക്കെ ഊരി വലിയ അരിയും ചാക്കും ഒക്കെ എടുത്ത് പൊക്കാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ മിത്രയും കൂട്ടുകാരിയും കൂടി വരിക. അപ്പൊ മിത്രയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, ഞാൻ ഈ കടയിൽ കയറി ഒരു നൈൽ കട്ടർ വാങ്ങിച്ചിട്ട് വരാട്ടോ. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ മിത്ര പറയുന്നുണ്ട്, എടി ഈ നാട്ടിലെ ഏറ്റവും പന്ന കടയത്, ആ കടയിൽ നിന്ന് തന്നെ വേണോ നിനക്ക് സാധനം,
എൻ്റെ പൊന്നു മിത്രേ, നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് വെറുതെ എന്തിനാ കടയെ കുറ്റം പറയുന്നത്? ഈ നാട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന കടയാണ് ഗോമതി സ്റ്റോഴ്സ്. എന്തായാലും ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞ് കൂട്ടുകാർ കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആര്യനാണെങ്കിലോ തലയിൽ ഒരു ചാക്ക് അരിയും ഒക്കെ വെച്ച് വണ്ടിയിൽ കയറ്റാൻ തുടങ്ങുന്നത് കാണുകയാണ് മിത്ര. അപ്പൊ മിത്രയാണെങ്കിൽ അവൻ ഈ ഒരു ലുക്കിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവനെ കളിയാക്കുകയാണ്. അപ്പം വളരെ രൂക്ഷഭാവത്തോടു കൂടി മിത്രയെ ദേഷ്യത്തോടു കൂടി നമ്മുടെ ആര്യൻ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സാന്ത്വനത്തിന്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.